നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തോരൻ തയ്യാറാക്കിയാലോ? ഇപ്പൊ ഒരു പാനിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ച് അരിയും കുറച്ച് ഉഴുന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കോവയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് പകുതി വേവായിട്ടുണ്ടേ. അപ്പൊ ഞാൻ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ലേശം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പച്ചമണം മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കടലയുണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ആവശ്യത്തിനുള്ള തേങ്ങയൊന്ന് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കോവയ്ക്കയും കടല ഓൾറെഡി നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാണല്ലോ. കോവയ്ക്കയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കോവയ്ക്കയും കടലയും ചേർത്ത തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു വെറൈറ്റി അല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.